വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ഫോളോ ചെയ്യാനുള്ളതാണ്. ഈ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെയാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുക. കളക്റ്റീവായിട്ട് പറയുന്നതാണ് കോൺട്രാസെപ്റ്റീവ്. ഒരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ആണെങ്കിൽ അതിന് സർട്ടൈൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് അറ്റൈൻ ചെയ്യേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So an ideal contraceptive should be a user friendly. User friendly ആയിരിക്കണം. ആരാണോ ആ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നത് അയാൾക്ക് അത് എന്തായിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. രണ്ട്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഈസിലി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. അത് എഫക്റ്റീവ് ആയിരിക്കണം. എഫക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കോൺട്രാസെപ്റ്റീവിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ. സോ ഇവിടെ എന്തായിരിക്കണം, ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക, അതായത് പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു കോൺട്രാസെപ്റ്റീവിന്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഫംഗ്ഷൻ ചെയ്തിരിക്കണം. അല്ലാതെ ഇപ്പൊ നമ്മൾ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. സോ അപ്പൊ അതെങ്ങനെയായിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. ഇനി ലീസ്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാനേ പാടില്ല. ലീസ്റ്റ് ഓർ നോ സൈഡ് എഫക്ട്സ്. ലീസ്റ്റ് ഓർ നോ സൈഡ് എഫക്ട്സ്. അതേപോലെ തന്നെ റിവേഴ്സിബിൾ ആയിരിക്കണം. എത്ര കാലത്തേക്കാണോ നമുക്ക് ഈ പ്രഗ്നൻസി വേണ്ടാത്തത് അത്രയും കാലത്തേക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ യൂസേജ്, ഈ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്യുന്നത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം ഈ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ്, it should not interfere with the sexual desire or drive of user. യൂസറിന്റെ സെക്ഷൽ ഡ്രൈവിനെയോ ഡിസയറിനെയോ ഒന്നും ഇതെന്ത് ചെയ്യരുത്, എഫക്ട് ചെയ്യരുത്. ഇങ്ങനെ ഒരു കോൺട്രാസെപ്റ്റീവ് അയാൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് നോർമലി ഉണ്ടാവേണ്ട സെക്ഷൽ ഡ്രൈവും ഡിസയേഴ്സും ഒന്നും അതിനെ ഒന്നും എന്ത് ചെയ്യരുത്, ഇത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആണെന്ന് പറയാം. ഇപ്പോൾ ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ കോപ്പർ ടി അതൊരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആണ്. കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആണ്. So an ideal contraceptive should be user friendly, easily available, effective, least or no side effects, reversible, and it should not interfere with the sexual drive or desire of the user. Okay. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ളതാണ്. അതായത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെമ്പററി ആണ്, ഒന്ന് പെർമനന്റ് ആണ്. അപ്പൊ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ടെമ്പററി ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സും അതേപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സും ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ടെമ്പററി മെത്തേഡ്സ് ഏതൊക്കെയാണ്. ടെമ്പററി മെത്തേഡ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ മാത്രം, അതായത് നമുക്ക് കുറച്ച് കാലത്തേക്ക് മാത്രം ഈ പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പററി മെത്തേഡ്സ് ഹെൽപ്പ് ചെയ്യുക. പെർമനന്റ് മെത്തേഡ്സ് ആണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ടെമ്പററി മെത്തേഡ്സിൽ വരുന്നതാണ് നാച്ചുറൽ മെത്തേഡ്സ്, ബാരിയേഴ്സ്, IUDs, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇഞ്ചക്ഷൻ ആൻഡ് ഇംപ്ലാന്റ്സ്. IUDs ഉണ്ട്, അതേപോലെ തന്നെ നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, ഇഞ്ചക്ഷൻസ്, ഇംപ്ലാന്റ്സ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ടെമ്പററി മെത്തേഡ്സിൽ വരുന്നത്. ഇനി പെർമനന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ പെർമനന്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് നമുക്ക് സർജിക്കൽ മെത്തേഡ് എന്ന് കൂടി പറയാം. കാരണം സർജറി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ സർജിക്കൽ മെത്തേഡ് തന്നെ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് വാസക്ടമിയും അതേപോലെ തന്നെ ട്യൂബക്ടമി. വാസക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ലൂപ്പ് ചെയ്യുന്ന, അതായത് മെയിലിൽ യൂസ് ചെയ്യുന്ന പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡാണ് വാസക്ടമി എന്ന് പറയുന്നത്. ഫീമെയിൽസിലാണെങ്കിൽ ട്യൂബക്ടമി ആണ്. അപ്പോൾ ട്യൂബക്ടമി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഫീമെയിലിന്റെ അബ്ഡോമിനൽ റീജിയനിൽ ഒരു ചെറിയൊരു ഇൻസിഷൻ ഇടും. ആ ഒരു ഇൻസിഷനിലൂടെ എന്ത് ചെയ്യും, നീഡിൽസ് കയറ്റി അല്ലെങ്കിൽ സിസേഴ്സ് കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ലൂപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു മെത്തേഡാണ് എന്ത്, ഈ ട്യൂബക്ടമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെസക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസിലാണ് അത് ചെയ്യുക. മെയിൽസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്ക്രോട്ടത്തിൽ ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് അതിലൂടെ വോസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ലൂപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ എന്താ മെയിൻ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ
സ്പേമും അതേപോലെ തന്നെ എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതല്ല, മെയിൻ ആയിട്ട് ഈ ഗാമീറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവം എന്ത് ചെയ്യില്ല, യൂട്രസിലൂടെ ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ ഓവം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വാസ് ഡിഫറൻസ് വരെ വന്നിട്ടുള്ള ആ സ്പെർമിന് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഗാമീറ്റ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ അത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് സർജിക്കൽ മെത്തേഡ്സിലൂടെ ചെയ്യുക. അപ്പോൾ സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കലും നമ്മളിപ്പോൾ സർജിക്കൽ മെത്തേഡ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില കേസസിൽ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സർജറിയിൽ ജസ്റ്റ് ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. കട്ട് ചെയ്ത് ലൂപ്പ് ചെയ്യാത്തതിന് പകരം ടൈ ചെയ്ത് വെക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇനി ആവശ്യം വരുമ്പോൾ ആ കെട്ട് എന്ത് ചെയ്യുക, അഴിച്ചിടുക. ചില ആൾക്കാരിൽ ഇപ്പൊ നമ്മൾ അഴിച്ചിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, അത് തന്നെ എന്താവാറുണ്ട്, അഴിഞ്ഞു പോവാറുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ റയർ കേസസ് ആണ്. അപ്പോൾ ഇതാണ് ട്യൂബക്ടമി. അതേപോലെ തന്നെ വെസക്ടമിയിൽ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ടെമ്പററി മെത്തേഡ്സ് ആണ്. ടെമ്പററി മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ആ നാച്ചുറൽ മെത്തേഡ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. So natural method principle എന്ന് പറഞ്ഞാൽ it prevents or avoid the chance of meeting between gametes. Gametes meet ചെയ്യുന്നത് എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നാച്ചുറൽ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മെയിൽ ഗാമീറ്റും അതേപോലെ തന്നെ ഫിമെയിൽ ഗാമീറ്റും തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ഫെർട്ടിലൈസേഷൻ നടക്കുക, അല്ലെ? ആ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ. ഇമ്പോർട്ടന്റ് ആണ്. So the principle of natural method is avoid chance of meeting between gametes. Gametes meet ചെയ്യുന്നത് prevent ചെയ്യും. So അതായത് ഇപ്പൊ ഓവം വരുന്ന സമയത്ത് ആര് വരാൻ പാടില്ല, സ്പേം വരാൻ പാടില്ല. സ്പേം വരുന്ന സമയത്ത് ഓവം വരാൻ പാടില്ല. അപ്പൊ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ. സോ നാച്ചുറൽ മെത്തേഡ്സ് ആകുമ്പോൾ അതിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ വേറെ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ഡിവൈസസും ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നാച്ചുറൽ മെത്തേഡ്സിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടല്ലോ, ആ മെൻസ്ട്രൽ സൈക്കിളിലെ 10 to 17 days, 10 to 17 days ഈ ഒരു ടൈമിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം, ഇപ്പൊ നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എങ്കിൽ നമ്മൾ കുറെ സ്റ്റേജസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. അത് 1 to 5 days ആയിരിക്കും, അല്ലെ? അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസ് ആണ്. ആ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് ഒരു 13 day വരെ ഫോളിക്കുലാർ ഫേസസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 14th day എന്ന് പറയുന്നത് എന്താ? ഓവുലേഷൻ ആണ്. 14th day എന്ന് പറയുന്നത് ഓവുലേഷൻ ആണ്. കാരണം ഓവം റിലീസ് ചെയ്യുന്നത് 14th ഡേയിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാർജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? അതിന് ബാക്കിയുള്ള ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസ്. ഓക്കെ. അപ്പോ ആദ്യത്തെ 5 days, ഫസ്റ്റ് 5 days എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ ആണ്. അപ്പൊ ആ ഒരു പീരീഡിൽ എന്തായാലും ഓവം എന്ത് ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ടൈമിൽ എന്തായാലും സെക്ഷൽ ഇന്റർകോഴ്സ് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഹൈജീനിക് അല്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഇനി അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളിക്കുലാർ ഫേസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th day മുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 5th day കഴിഞ്ഞ് 10th day മുതൽ ചാൻസസ് ഉണ്ട്, ഓരോ ആൾക്കാരിലും ചെറിയൊരു ചാൻസ് ഉണ്ട്. 10th day മുതൽ 17th day ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഉള്ള ഒരു പീരീഡ് ആണ്. അതിൽ തന്നെ 14th day ആണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ ആ 14th day എന്ന് പറയുന്നത് ഒരു 28 day സൈക്കിൾ ഉള്ള ഒരാളാണെങ്കിൽ 14th day എന്തുണ്ടാവാറുണ്ട്? ഓവുലേഷൻ ഉണ്ടാവാറുണ്ട്. സോ ഈ ഓവുലേഷൻ നടക്കുന്ന പീരീഡിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പീരീഡ് ഏറ്റവും റിസ്കിയർ ആയിട്ടുള്ള പീരീഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 to 17 days 10 to 17 days എന്ന് പറയുന്നതിന് നമുക്ക് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയാം. ഈ ഒരു പീരീഡിനെ ഫെർട്ടൈൽ പീരീഡ് അതേപോലെ തന്നെ റിസ്കിയർ പീരീഡ് എന്നൊക്കെ പറയാറുണ്ട്.
കാരണം എന്താ, ഈ ഒരു ടൈമിലാണ് ഓവുലേഷൻ നടക്കാനും അതേപോലെ തന്നെ ഫെർട്ടിലൈസ് ചെയ്യാനും ചാൻസസ് കൂടുതലുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ അവിടെ പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ റിതം മെത്തേഡ്, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് റിതം മെത്തേഡ്. ഈ ഒരു റിതം മെത്തേഡിൽ നമ്മൾ 10 to 17 ഡേയ്സിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വേറെ എന്തെങ്കിലും ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 to 17 ഡേയ്സിൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ നിന്ന് മാറി നിൽക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള ഡേയ്സിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോയിറ്റസ് ഇന്ററപ്റ്റസ് ആണ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വിത്ഡ്രോവൽ മെത്തേഡ്. It is otherwise known as withdrawal method. Withdrawal method അല്ലെങ്കിൽ coitus interruptus it is the removal of penis from vagina just before ejaculation. Ejaculation തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഇൻസെമിനേഷന് തൊട്ട് മുന്നേ വജൈനയിൽ നിന്ന് പെനിസ് റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയാ കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെയിലിന് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും ഇൻസെമിനേറ്റ് ചെയ്യാൻ പോകുന്ന ടൈം എപ്പോഴാന്നുള്ളത്. സോ ഇൻസെമിനേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പെനിസ് വജൈനയിൽ നിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. സോ ഇജാക്കുലേഷൻ നടക്കുന്നത് ബോഡിയുടെ പുറത്തായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കേസിനെയാണ് എന്തെന്ന് പറയാ കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ഡ്രോവൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇൻസെമിനേഷൻ നടന്നാലാണ് എന്ത് നടക്കുക, ഫെർട്ടിലൈസേഷൻ നടക്കുക. ഇൻസെമിനേഷൻ നടന്നില്ലെങ്കിലോ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കില്ല. ഇതാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് ലാക്ടേഷണൽ അമിനോറിയ. ലാക്ടേഷണൽ അമിനോറിയ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റൻസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ, ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് ഇന്റൻസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ ഓവുലേഷൻ ഉണ്ടാവില്ല. ഓവുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷനും അവിടെ എന്ത് ചെയ്യില്ല, നടക്കില്ല. ഇതാണ് ലാക്ടേഷണൽ അമിനോറിയയിൽ നടക്കുന്നത്. അപ്പൊ ലാക്ടേഷണൽ അമിനോറിയയിൽ ഇന്റൻസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആ ഒരു മദറിന് ആദ്യത്തെ 6 മന്ത് ഇത് കൂടുതലും എഫക്റ്റീവ് ആവുക ആദ്യത്തെ ഒരു 6 മന്തിലായിരിക്കും. ആ ഒരു ടൈമിലാണ് ഇന്റൻസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യാം, ഇന്റൻസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അപ്പൊ ആ ഒരു ടൈമിൽ ഓവുലേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ചില ആൾക്കാരിൽ അത് ഡിപ്പെൻഡ് ചെയ്യും, വ്യത്യാസം ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഇതൊരു 3 മന്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 മന്ത്സ് ആയിരിക്കും. 2 മന്ത്സ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഇതേപോലെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എന്താവാം, പ്രഗ്നന്റ് ആവാം. അപ്പൊ ഒരു കുട്ടിയായി അടുത്ത കുട്ടിക്ക് അധികം, അതായത് ഡിലേഡ് ആയിട്ടുള്ള പ്രഗ്നൻസിക്ക് പകരം വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കുട്ടി ഉണ്ടാവും. അതായത് ഒരാൾക്ക് 1 വയസ്സാകുമ്പോഴേക്കും അടുത്ത ആൾ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഈ ഒരു കേസിൽ ഉണ്ടാകുന്നത്. അതായത് കുറച്ചും കൂടി റിസ്കിയർ ആയിട്ടുള്ള ഒന്നാണ് എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ലാക്ടേഷണൽ അമിനോറിയ. സോ അപ്പോൾ 3 നാച്ചുറൽ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോയിറ്റസ് ഇന്ററപ്റ്റസ്, തേർഡ് വൺ ഈസ് ലാക്ടേഷണൽ അമിനോറിയ. ഇത് 3 നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ മെത്തേഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sperm and ovum are prevented from coming closer using barriers. അതായത് സ്പേമും ഓവവും തമ്മിൽ ഒരുമിച്ച് വരിക, അല്ലെങ്കിൽ ഒരുമിച്ച് വരികയല്ല, ഒരു അവർ ഫ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, തടയുക ബൈ യൂസിങ് ബാരിയേഴ്സ്. നാച്ചുറൽ മെത്തേഡ്സിലും നമ്മൾ ഇവർ തമ്മിൽ ഗാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്തത്. കമ്മിങ് ക്ലോസ് ചെയ്യുന്നത്, നമ്മൾ എമീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഹിയർ വി യൂസ് ബാരിയേഴ്സ്. സർട്ടൻ ബാരിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ ബാരിയേഴ്സ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ സ്പേം ആൻഡ് ഓവം ആർ പ്രിവെന്റഡ് ഫ്രം കമ്മിങ് ക്ലോസർ യൂസിങ് ബാരിയേഴ്സ്. ബാരിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്പേമും എഗ്ഗും തമ്മിൽ ഒരുമിച്ച് വരുന്നത് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നത്. ഈ ബാരിയേഴ്സിൽ ഒരുപാട് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് കോണ്ടംസ്. കോണ്ടംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബാരിയർ. ഒരു ബാരിയർ ആണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ഇത് മെയിലിലും അതേപോലെ തന്നെ ഫീമെയിലിലും അവൈലബിൾ ആണ്. അപ്പോൾ മെയിൽസിലാണെങ്കിൽ പെനിസിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും, ഫീമെയിൽസിലാണെങ്കിൽ സെർവിക്സിനെയും അതേപോലെ തന്നെ വജൈനേനെയും കവർ ചെയ്യുന്ന രീതിയിലാണ് കോണ്ടംസ് ഉള്ളത്. അപ്പോൾ ദ കോണ്ടംസ് ആർ എ തിൻ
rubber or latex sheet. It is made of a thin rubber or latex sheet. തിൻ ആയിട്ടുള്ള റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് കോണ്ടംസ് എന്ന് പറയുന്നത്. അത് മെയിലിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഫീമെയിൽസിലും ഉണ്ട്. അപ്പോൾ മെയിൽസിലാണെങ്കിൽ പെനിസിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും, ഫീമെയിൽസിലാണെങ്കിൽ സെർവിക്സിനെയും അതേപോലെ തന്നെ വജൈനയെയും കവർ ചെയ്യുന്ന രീതിയിലാണ് എന്തുണ്ടായിരിക്കുക, കോണ്ടംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിരോധ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിരോധ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ കോണ്ടംസ് ഇൻ മെയിലിൽ യൂസ് ചെയ്യുന്ന ഒരു കോണ്ടത്തിന്റെ എക്സാമ്പിൾ ആണ് നിരോധ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫീമെയിൽസിലുള്ളതാണ് ഇത് ഫെമിഡോൺ. ഫീമെയിൽ കോണ്ടത്തിന് പറയുന്ന പേരാണ് ഫെമിഡോൺ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫീമെയിൽ കോണ്ടംസ് ആണെങ്കിൽ അതിന് 2 റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. 2 റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പൊ 2 റിംഗ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് ഫീമെയിൽസിൽ യൂസ് ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ റിംഗ് സ്ട്രക്ചറും ഒക്കെ ആണെങ്കിൽ അത് ഏതിൽ യൂസ് ചെയ്യുന്നതായിരിക്കും, മെയിൽസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ഇനി ഈ ബാരിയേഴ്സിൽ ഈ പറയുന്ന കോണ്ടംസ് അല്ലാണ്ട് വീണ്ടും കുറേ ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് cervical caps, walls, cervical caps അതേപോലെ തന്നെ വാൾസ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, മറ്റുള്ള ബാരിയേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ cervical caps വാൾസും ഒക്കെ മെയിൽസിൽ യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, പകരം ഫീമെയിൽസിലാണ് ഇത് യൂസ് ചെയ്യുക. മെയിൽസിൽ അല്ല യൂസ് ചെയ്യുന്നത്, ഫീമെയിൽസിലാണ് യൂസ് ചെയ്യുന്നത്. cervical caps, walls, അതേപോലെ തന്നെ diaphragm. So these 3 are barriers which are used in females. ഫീമെയിൽസിലാണ് ഈ 3 ബാരിയേഴ്സും യൂസ് ചെയ്യുന്നത്. and it is used to cover cervix. cervixനെ കവർ ചെയ്യുന്ന രീതിയിലാണ് കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ cervical caps അതേപോലെ തന്നെ walls പിന്നെ ഡയഫ്രം ഇതിൻ്റെയൊക്കെ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്താ cervical capsന്റെ വാൾസിന്റെ ഒക്കെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് സാധാരണ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഓഡ് വൺ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടാണ് കൂടുതലും ചോദിക്കാറുള്ളത്. ഓഡ് വൺ ആയിട്ടുള്ളത് ഇപ്പോൾ cervical caps തരും, ഡയഫ്രം തരും, വാൾസ് തരും, കോണ്ടംസ് തരും. ഇതൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? ഓഡ് വൺ ഏതായിരിക്കും? കോണ്ടംസ് ആയിരിക്കും. കാരണം ബാക്കിയുള്ളത് 3ഉം ഫീമെയിൽസിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഡയഫ്രം അതേപോലെ തന്നെ വാൾസ് പിന്നെ cervical caps ഇത് ഫീമെയിൽസിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സ്പേമും അതേപോലെ തന്നെ എഗ്ഗും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാമീറ്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യും ബൈ യൂസിങ് ബാരിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെ. അതിൽ വരുന്നതാണ് ഏതൊക്കെ? കോണ്ടംസ്, cervical caps പിന്നെ വാൾസ്, ഡയഫ്രം. ഇതിൽ കോണ്ടംസ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും അവൈലബിൾ ആണ്. മെയിലിൽ എക്സാമ്പിൾ ആണ് ഇത് നിരോധ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഫീമെയിൽ എക്സാമ്പിൾ ആണ് ഫെമിഡോം എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുള്ളതാണ്. പിന്നെ cervical caps അതേപോലെ തന്നെ വാൾസ്, ഡയഫ്രം ഒക്കെയാണ് പിന്നെ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്, അതാണ് spermicidal jellies and spermicidal jellies and forms. Spermicidal jellies and forms ഇതും ഈ പറയുന്ന ബാരിയേഴ്സിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു ബാരിയേഴ്സ് ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെർമിസൈഡൽ ജെല്ലീസും ഫോംസും ഒക്കെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മൾ വേറെ ബുക്സിലൊക്കെ അതൊരു കെമിക്കൽ മെത്തേഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ ഇപ്പം അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് ഈ സ്പെർമിസൈഡൽ ജെല്ലീസും ഫോംസും ഒക്കെ നമ്മളുടെ കോണ്ടംസിനെയും അതേപോലെ തന്നെ ബാക്കിയുള്ള ബാരിയേഴ്സിൻ്റെയും എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ സ്പെർമിസൈഡൽ ഫോംസും ജെല്ലീസും ഒക്കെ ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സ്പെർമിസൈഡൽ ജെല്ലീസ് ആൻഡ് ഫോംസ്. ഇനി അടുത്തത് IUDs ആണ് കേട്ടോ. IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൂന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതാണ് IUDs. IUDs മീൻസ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? intrauterine devices.
ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. സോ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ യൂട്രസിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെയാണ് എന്തെന്ന് പറയാ, ഇൻട്രായൂട്രൈൻ ഡിവൈസസ് എന്ന് പറയാം. സോ എന്താണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്? ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ഈസ് ഇൻസേർട്ടഡ് ഇൻടു ദ യൂട്രസ്. ഓക്കെ, സോ ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനേർട്ട് IUDs, ഇനേർട്ട് IUDs, കോപ്പർ റിലീസിംഗ് IUDs, അതേപോലെ തന്നെ ഹോർമോൺ റിലീസിംഗ് IUDs. ഇങ്ങനെ 3 ടൈപ്പിലാണ് ആരുള്ളത്, IUDs ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരെ നമ്മുടെ യൂട്രസിനുള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ IUDs യൂട്രസിനുള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് മെയിൽസിൽ യൂസ് ചെയ്യില്ല എന്ന് നമുക്ക് ചിന്തിച്ചൂടെ? ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനേർട്ട് IUD ആണ്. ഇനേർട്ട് IUDനെ പറയുന്ന വേറൊരു പേരാണ് നോൺ മെഡിക്കേറ്റഡ് IUD. നോൺ മെഡിക്കേറ്റഡ് IUDs. So inert IUDs are otherwise known as non-medicated IUDs. ഈ IUDs നമ്മൾ ഇതേപോലെ യൂട്രസിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിനുള്ളിലുള്ള കണ്ടൻസ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന കണ്ടൻസ് എന്ത് ചെയ്യും വെച്ചാൽ സ്പേമിനെ ഫാഗോസൈറ്റോസിസ് വഴി നശിപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റിലീസ് ചെയ്യുന്ന ആ കണ്ടൻസ് സ്പേം വരികയാണെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. സോ നോൺ മെഡിക്കേറ്റഡ് IUDസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫാഗോസൈറ്റ് ദ സ്പേം. സ്പേമിനെ ഫാഗോസൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് വഴി സ്പേമിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, നോൺ മെഡിക്കേറ്റഡ് IUDസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ്. ലെപ്പസ് ലൂപ്പ് നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോപ്പർ റിലീസിംഗ് IUD. കോപ്പർ റിലീസിംഗ് IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, അത് ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസ് നമ്മുടെ യൂട്രസിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തായിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക, കോപ്പർ ആയിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പോൾ കോപ്പർ റിലീസിംഗ് IUDs. ഓക്കെ, അപ്പോൾ കോപ്പർ റിലീസിംഗ് IUDസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദേ സപ്രസ് ദ സ്പേം മോട്ടിലിറ്റി. സ്പേമിന്റെ മോട്ടിലിറ്റി എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. ആൻഡ് ബൈ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി, അതായത് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും, അവര് സപ്രസ് ചെയ്യും. അതായത് സ്പേമിന്റെ മോട്ടിലിറ്റി സപ്രസ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി കൂടി എന്ത് ചെയ്യും, സപ്രസ് ചെയ്യാണ് ആര് ചെയ്യുക, ഈ കോപ്പർ റിലീസിംഗ് IUDs ചെയ്യാം. കോപ്പർ റിലീസിംഗ് IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ആയിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് Cu7 കോപ്പർ 7, CuT കോപ്പർ T, അതേപോലെ തന്നെ മൾട്ടിലോഡ് 375, മൾട്ടിലോഡ് 375. So these three are examples for copper releasing IUDs. Copper releasing IUDs ആണ് ഈ 3 എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ copper releasing IUDs എന്താണ് പറഞ്ഞത്, അവര് ഒരു IUD ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് they suppress the sperm motility. അവർ സ്പേമിന്റെ മോട്ടിലിറ്റി എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. ആൻഡ് thereby they prevent fertilization. അതുവഴി അവര് ഫെർട്ടിലൈസേഷനും എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. എക്സാമ്പിൾ ആണ് കോപ്പർ T, കോപ്പർ 7, അതേപോലെ തന്നെ മൾട്ടിലോഡ് 375. ഇനി അടുത്തത് ഹോർമോൺ റിലീസിംഗ് IUDs. സോ ഹോർമോൺ റിലീസിംഗ് IUDs are the IUDs which may release some hormones. അവർ certain hormones ആണ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഹോർമോൺ റിലീസിംഗ് IUDs എന്ത് സിന്തസൈസ് ചെയ്യും, റിലീസ് ചെയ്യും, ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ ഹോർമോൺ റിലീസിംഗ് IUDs എന്താ ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, അവര് they make this uterus unsuitable for implantation and fertilization. നമ്മുടെ യൂട്രസിനെ ഇംപ്ലാന്റേഷനും അതേപോലെ തന്നെ ഫെർട്ടിലൈസേഷനും അൺസ്യൂട്ടബിൾ ആക്കിയിട്ട് മാറ്റും. അതാണ് അവര് ചെയ്യുക. അതായത് സോ ദേ മേക്ക് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കും. അപ്പൊ ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ പ്രഗ്നന്റ് ആവില്ലല്ലോ. സോ ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കും. അതേപോലെ തന്നെ ആൻഡ് സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം. സ്പേമിന് ആ സെർവിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിമി പോലെ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അവർ തമ്മിൽ ഫുൾ അടിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പേമിന് എന്ത് ചെയ്യില്ല, സെർവിക്സിലൂടെ എവിടേക്ക് എത്താനും പറ്റില്ല, യൂട്രസിലൂടെ എത്താനും പറ്റില്ല. അപ്പൊ അതാണ് ഹോർമോൺ റിലീസിംഗ് IUDs പറയുന്നത്. ഹോർമോൺ റിലീസിംഗ് IUDs ആർ ദ IUDs which release hormones. എക്സാമ്പിൾ ആണ് LNG20. LNG20 is an example for hormone releasing IUD. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസേർട്ട്. സോ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്, LNG20 അതേപോലെ തന്നെ പ്രൊജസ്റ്റാസേർട്ടും. LNG20 പറയുന്ന പേരാണ് ലെവനോഗസ്റ്റർ.
ലെവനോർഗസ്ട്രൽ. ലെവനോർഗസ്ട്രൽ ആണ് എന്ത്? LNG-20. LNG-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലെവനോർഗസ്ട്രൽ എന്നാണ്. ഈ ലെവനോർഗസ്ട്രലും അതേപോലെ തന്നെ പ്രൊജസ്റ്റാസർട്ടും ആണ് എന്തിന് എക്സാമ്പിൾ? ഹോർമോൺ റിലീസിങ് IUDs-ന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ IUDs എന്ന് പറയുന്നത് യൂട്രസിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഇതിൽ ഏതൊരു ടൈപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു, എക്സാമ്പിൾസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കുന്നപ്പോൾ ഏതായിരിക്കും? അടുത്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. So next contraceptive method is oral contraceptives. Oral contraceptives is otherwise known as pills. ഇവരെ പറയുന്ന വേറൊരു പേരാണ് pills, oral pills അല്ലെങ്കിൽ pregnancy contraceptive pills. ഇപ്പോൾ pill എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? pregnancy കൺട്രോൾ ചെയ്യുന്ന പിൽസ് ആണ്, ഗുളികകളാണ്. എന്ത്? കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയാം. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയാൻ കാരണം അത് നമ്മൾ മൗത്തിലൂടെ ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പൊ അതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഇതില് ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ചാൽ നോക്കി നോക്കുക. ദേ ഓൾട്ടർ ഓർ ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഓവുലേഷൻ നടക്കുന്നതും ഇംപ്ലാന്റേഷൻ നടക്കുന്നതും അവരെന്ത് ചെയ്യും? ഇല്ലാണ്ടാക്കും. അതായത് ഓവുലേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്യാം. അതിനെ ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 14th ഡേ ഓവുലേഷൻ നടക്കേണ്ടതാണെങ്കിൽ അതിനൊന്നും കൂടി എന്ത് ചെയ്യുക? ഡിലേ ചെയ്യുക. നോർമലി നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുക? ഓൾട്ടർ ചെയ്യുക. അതാണ് ഓൾട്രേഷൻ ഓഫ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇംപ്ലാന്റേഷൻ എന്ത് ചെയ്യുക? അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ഇവരുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് കൂടാതെ ദേ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ്. സെർവിക്സിലുള്ള മ്യൂക്കസിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? കൂട്ടും. അതിന്റെ ക്വാളിറ്റി കൂട്ടുന്നത് വഴി എന്താ ഉണ്ടാവുക? സ്പേമിന് യൂട്രസിനുള്ളിലൂടെ എൻറ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിട്ട് മാറും. മനസ്സിലായോ? സോ thereby they prevent the entry of sperm. സ്പേമിന്റെ എൻട്രി എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുക. സോ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് otherwise known as oral pills or pills തന്നെ നമുക്ക് പറയാം. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് they alter or inhibit the ovulation and implantation. Ovulation അതേപോലെ തന്നെ implantation എന്ത് ചെയ്യുക? പ്രിവെന്റ് ചെയ്യുക. And they increase the quality of cervical mucus and prevent entry of sperm. സ്പേമിന്റെ എൻട്രി എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആര്? ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഇപ്പൊ വെച്ചാൽ നമുക്ക് പറയാം ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് 2 ടൈപ്പിലുണ്ട്. ഒന്ന് കമ്പൈൻഡ് ആണ്, ഒന്ന് കമ്പൈൻഡ് പില്ലാണ്. കമ്പൈൻഡ് പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചില ഹോർമോൺസ് ആണ്. അപ്പോൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ഹോർമോൺസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കമ്പൈൻഡ് ആയിട്ടുള്ള പില്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രജന്റെയും ഒരു കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുക. ഈസ്ട്രജൻ പ്രൊജസ്ട്രൻ കോമ്പിനേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, കമ്പൈൻഡ് ആയിട്ടുള്ള പില്ലിൽ യൂസ് ചെയ്യുന്നത്. സോ കമ്പൈൻഡ് പില്ല് വി യൂസ് ദ കോമ്പിനേഷൻ ഓഫ് estrogen and progestogen. Okay, estrogen progestogen കോമ്പിനേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മിനി പിൽസ് ആണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് മിനി പിൽസ് ആണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ മിനി പിൽസിൽ പ്രൊജസ്റ്റജൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. മിനി പിൽസിൽ പ്രൊജസ്റ്റജൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റിൻ. അപ്പോൾ 2 ടൈപ്പിലുണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്. ഒന്ന് കമ്പൈൻഡ് പില്ലും ഒന്ന് മിനി പില്ലും ആണ്. ഈ കമ്പൈൻഡ് പില്ല് നമ്മൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുക. പക്ഷെ മിനി പില്ലിൽ പ്രൊജസ്ട്രജൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. കമ്പൈൻഡ് പില്ലിന് എക്സാമ്പിൾ ആണ് മാലാ ഡി ആൻഡ് മാലാ എൻ. മാല ഡി അതേപോലെ തന്നെ മാല എൻ. ദൂരദർശനിലൊക്കെ നമ്മുടെ ദൂരദർശൻ ചാനലിലൊക്കെ ഒരു സമയത്ത് ഈ ഒരു മാല ഡീൻ്റെ ഒക്കെ പരസ്യം കാണാറുണ്ട്. അപ്പോൾ മാല ഡി എന്ന് പറയുന്നത് ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. പക്ഷെ ഈ ഒരു പില്ല് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 21 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ കഴിച്ചു തുടങ്ങണം. അപ്പോൾ ഒരു 5ാമത്തെ ദിവസം കഴിച്ചു തുടങ്ങണം. 5ാമത്തെ ദിവസം കഴിച്ചു തുടങ്ങിയിട്ട് ഒരു 21ാമത്തെ ദിവസം വരെ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്ത് കഴിക്കണം. 21 ദിവസം കണ്ടിന്യൂ ചെയ്യണം.
5-ാമത്തെ ദിവസം മുതൽ 21 ദിവസം എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഓരോ പില്ല് വെച്ചിട്ട് എന്ത് ചെയ്യണം, കഴിക്കണം. എത്ര നാൾ നമ്മൾ ഈ പില്ല് കണ്ടിന്യൂ ചെയ്യണോ ആ 21-ാമത്തെ ദിവസം വരെ നമുക്ക് എന്തുണ്ടാവില്ല, മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല. മനസ്സിലായോ? മീൻസ് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല എന്നല്ല, ആ 21-ാമത്തെ ദിവസം വരെ നമ്മൾ പ്രഗ്നന്റ് ആവുകയില്ല. ആ ഒരു ടൈമിലൊന്നും സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നാൽ തന്നെ എന്തുണ്ടാവില്ല, പ്രഗ്നൻസി നടക്കില്ല. പക്ഷേ അതിനുശേഷം വീണ്ടും അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ഇതേ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഏത്, കമ്പൈൻഡ് പില്ലിന്റെ ഒരു പ്രത്യേകത. അതായത് 21 ഡേയ്സ് കഴിക്കേണ്ട പില്ലാണ് ഇത് കമ്പൈൻഡ് പില്ല് എന്ന് പറയുന്നത്. പക്ഷെ മിനി പില്ല് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. കമ്പൈൻഡ് പില്ലും മിനി പിൽസും വ്യത്യാസമുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, അതാണ് സഹേലി. സഹേലി എന്നുള്ളതാണ് ആ ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലിനുള്ള വേറൊരു എക്സാമ്പിൾ. സഹേലി. ഈ ഒരു കോൺട്രാസെപ്റ്റീവ് പില്ല് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ CDRI ആണ്. CDRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. CDRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ലക്നൌവിലാണ് കേട്ടോ. ലക്നൗ, അതായത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത, ഇന്ത്യയുടെ നമ്മുടെ CDRI സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ഡ്രഗ് ആണ്, കോൺട്രാസെപ്റ്റീവ് പില്ലാണ് ഇത് സഹേലി എന്ന് പറയുന്നത്. സോ സഹേലി എന്ന് പറയുന്നത് ഒരു 7 ഡേയ്സ് പില്ലാണ്. 7 ഡേയ്സ് പില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി. ഒരാഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി ഏത്, ഈ ഒരു കോൺട്രാസെപ്റ്റീവ് പില്ല്. അപ്പൊ ഇതാണ് ഓറൽ പിൽസിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ പറയാനുള്ളത്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ നമ്മൾ എന്താ പറയാ, ഇതിനെ പിൽസ് എന്നാണ് പറയാന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. അടുത്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ഇതില് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ യൂസ് ചെയ്ത അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ്, ഇൻജെക്റ്റബിൾസിന് ഒരു എക്സാമ്പിൾ ആണ് DMPA. DMPA is an example for injectables. അപ്പൊ ഇൻജെക്റ്റബിൾസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഈസ്ട്രജൻ പ്രൊജസ്റ്റജൻ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രൊജസ്റ്റജൻ മാത്രം, ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇൻജെക്ഷൻസ് പോലെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. അതാണ് ഇൻജെക്റ്റബിൾസ് എന്ന് പറയുന്നത്. ഇതേ കോമ്പിനേഷൻ നമ്മൾ ഇൻജെക്ട് ചെയ്യുക, അതാണ് എന്ത്, ഇൻജെക്റ്റബിൾസ് എന്ന് പറയുന്നത്. സോ ഇൻജെക്റ്റബിൾസിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു DMPA, ഡിപോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. ഡിപോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്, അതാണ് DMPA എന്ന് പറയുന്നത്. ഈ DMPA ഒരു വട്ടം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം വരെ അത് എഫക്റ്റീവ് ആയിരിക്കും. 3 months വരെ അത് എഫക്റ്റീവ് ആയിരിക്കും. ഏതാ, DMPA. അത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം വരെ എന്തുണ്ടാവില്ല, പ്രഗ്നൻസി ഉണ്ടാവില്ല ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ. ഇതാണ് ഇൻജെക്റ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻജെക്റ്റബിൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഇംപ്ലാന്റ്സ് ആണ്. ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ് എന്ത് ചെയ്യുക, വെക്കുക. അതുപോലെ ഇംപ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആണ് നോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നോട്ട് പ്ലാന്റ് ആണ് ഇംപ്ലാന്റിന്റെ എക്സാമ്പിൾ. അതേപോലെ തന്നെ ഇൻജെക്റ്റബിൾസിന്റെ എക്സാമ്പിൾ ആണ് DMPA. ഇതില് നോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ്സ് ആണ്. ഇതൊരു 6 ക്യാപ്സ്യൂൾസ് ആയിട്ടായിരിക്കും കാണുക. അത് നമ്മുടെ സ്കിന്നിന്റെ ഫോറാമിന്റെ അടിയിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് വെക്കുന്നുണ്ടാവുക. ഇത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് റിലീസ് ചെയ്യും, ലെവനർഗെസ്ട്രൽ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ദേ റിലീസ് ലെവനർഗെസ്ട്രൽ, അതായത് പ്രൊജസ്റ്റിൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. ആ ലെവനർഗെസ്ട്രലിനെ റിലീസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെക്കാനിസം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു വട്ടം നമ്മൾ ഈ നോട്ട് പ്ലാന്റ്സ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് 5 years ആണ്. 5 years വരെ നമുക്ക് ഇത് എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഒരു 5 years എന്ത് ചെയ്യും, നിൽക്കും. മനസ്സിലായോ? ഇതാണ് ഏതിൽ വരുന്നത്, ഇംപ്ലാന്റ്സിൽ വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ടെമ്പററി ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള സർജിക്കൽ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. ഒന്ന് ട്യൂബക്ടമി, അതേപോലെ തന്നെ മറ്റൊന്ന് വെസക്ടമി. ട്യൂബക്ടമി നടക്കുന്നത് ഫീമെയിൽസിലും, അതേപോലെ തന്നെ വെസക്ടമി എന്ന് പറയുന്നത് മെയിൽസിലും ആണെന്ന് നമ്മൾ പറഞ്ഞു.